CM വിജിൻ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലെത്തിയാൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രതിഷേധം നേരിടേണ്ടി വരും എന്ന് ഡിവൈഎഫ്ഐ പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും പാലക്കാട്ടെ MLA ആണ്. ആ മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നതിനെ തടയുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ജനങ്ങളോട് വിശദീകരിക്കുന്നത്. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഞങ്ങൾ മറ്റു തരത്തിലുള്ള ചർച്ചകളോ നിയമസഭക്കകത്ത് കയറ്റില്ലോ എന്നൊന്നും ഞങ്ങൾ നിലപാടെടുത്തിട്ടില്ല. പക്ഷേ ധാർമ്മികത എന്ന് പറയുന്ന ഒന്നുണ്ട്. ആ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കണം ഓരോ ജനപ്രതിനിധിയും രാഷ്ട്രീയ പ്രവർത്തകരും ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടത്. ധാർമ്മികത ഉയർത്തിപ്പിടിക്കേണ്ട ഒരു ഘട്ടത്തിൽ ആ ഉയർത്തിപ്പിടിക്കാതെ കപട സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് കേരളത്തിലെ കോൺഗ്രസ് മാറിയിട്ടുണ്ടോ എന്ന ചോദ്യമാണ് സ്വാഭാവികമായിട്ടും കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുക. മറ്റൊരു ഭാഗം പാലക്കാടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ജനങ്ങൾ ചില പ്രതിഷേധങ്ങൾ ഉയർത്തും, ജനങ്ങൾ ചില ബഹിഷ്കരണങ്ങൾ നടത്തും. ആ ബഹിഷ്കരണം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ആ ബഹിഷ്കരണത്തിന്റെ കൂട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഡിവൈഎഫ്ഐ ഉണ്ടാവും. സംശയമൊന്നുമില്ലല്ലേ? വരുന്നതിനോട് വലിയ വിയോജിപ്പുണ്ടായത് പ്രതിപക്ഷ നേതാവിനാണ്. പക്ഷെ ആ വിയോജിപ്പിനെ കൂടി മറികടന്നുകൊണ്ട് വരികയും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാതെ പോവുകയും ചെയ്യുന്നവിടത്ത് ധാർമ്മികത ലംഘിക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് ധാർമ്മികതയെ കുറിച്ചുള്ള ഒരു സംശയം ശ്രീ വിജയൻ. PK ശശി, P ശശി, മുകേഷ്, ശശീന്ദ്രൻ തുടങ്ങി ഇങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് ജിൻഡോ പറഞ്ഞു. ഇവിടെയൊക്കെ CPM-ന്റെ ധാർമ്മികത എവിടെയായിരുന്നു? ധാർമ്മികതയല്ല, വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ച പ്രസ്ഥാനമാണ് CPIM. എന്തോ എങ്ങനെ ഈ പറഞ്ഞ പേരുകളെല്ലാം എടുത്തുകൊണ്ട് തന്നെ പറയാം CPM എടുത്ത നിലപാടെന്ത്, കോൺഗ്രസ് എടുത്ത നിലപാടെന്ത്. നിങ്ങളൊരു ചർച്ച ചെയ്യുക. ഓരോ പേരെടുത്ത് വേണം നമുക്ക് ഡിബേറ്റ് ചെയ്യാം. ഞാനും ജിൻഡോയും ഇരുന്ന് മനോരമ ചാനലിൽ നമുക്ക് ചർച്ച ചെയ്യാം. ആ ധാർമ്മികത എന്ത്, ഈ ധാർമ്മികത എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. നിങ്ങൾ ഇതൊക്കെ വെച്ചുകൊണ്ട് നിയമസഭയിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അദ്ദേഹം നിയമസഭയിൽ വരുന്നത് ധാർമ്മിക പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ടോ? PK ശശി അദ്ദേഹത്തെ 6 മാസത്തേക്ക് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പക്ഷേ അപ്പോഴും അദ്ദേഹത്തെ വേറെ ബ്ലോക്കായെന്ന് വരുത്തിയിട്ടില്ല. അദ്ദേഹം മുന്നണിയുടെ ഭാഗമായി തന്നെ സഭാ നടപടികളിൽ പങ്കെടുത്തു. നമുക്ക് ആദ്യം ഈ രണ്ടുപേരുടെ പേര് പറയാം. M മുകേഷ്, PK ശശി. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഇതിൽ വളരെ വ്യക്തമായ ഭാഗമല്ലേ. അതായത് മുകേഷ് MLA ആകുന്നതിന് മുന്നേ ഉണ്ടായ സിനിമാ മേഖല ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ്. മറുഭാഗത്ത് PK ശശി. ശ്രീമതി നിഷയോട് ഞാനൊരു ചോദ്യം ചോദിക്കുന്നത്, അതും ഇതും തമ്മിൽ മലയാള മനോരമ ഒന്നാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വാർത്ത കൊടുക്കാൻ തയ്യാറുണ്ടോ? ശ്രീമതി നിഷ, രണ്ടും രണ്ട് തരത്തിലുള്ള വിഷയമാണെന്നേ. രണ്ടും രണ്ട് തരത്തിലുള്ള വിഷയമാണെന്നേ. നിങ്ങൾ രണ്ട് വിഷയത്തെ അങ്ങ് കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാം പൊതുവൽക്കരിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ ചാനൽ ചർച്ചയിൽ തന്നെ നമുക്ക്, ഞാനത് ആഗ്രഹിച്ചതുമല്ല, അതിലേക്കൊന്ന് പോകണം. ആ ശബ്ദരേഖക്കകത്തെ മാറ്ററുമായി ബന്ധപ്പെട്ടൊന്നും സാമാന്യവൽക്കരിച്ച് പോകാൻ പറ്റുന്ന ഒരു വിഷയമാണോ ഇവിടെ ഉണ്ടായിരിക്കുന്നത്? CPM-ആണോ? ഈ പരാതി കൊണ്ടപ്പോൾ കേരളത്തിൽ ഇടത് ഗവൺമെന്റാണ് ഈ ശബ്ദരേഖ പുറത്തു കൊണ്ടെന്ന് ഞങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട സ്ത്രീകൾക്കെതിരായ അതിക്രമം തന്നെയാണ് ഈ നേതാക്കൾക്കെതിരെ ഉയർന്നിട്ടുള്ള പരാതികളും. അവരുടെ കാര്യത്തിൽ CPM ധാർമ്മികത ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടോ? കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട ശേഷവും അദ്ദേഹം MLA ആയിരുന്നില്ലേ? ഞാൻ ചോദിച്ചു, PK ശശിക്കെതിരെ പരാതി ഉയർന്നു, പാർട്ടി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു, അദ്ദേഹത്തെ വേറെ ബ്ലോക്കിൽ ഇരുത്താൻ CPM തയ്യാറായിട്ടില്ല. അദ്ദേഹം ഭരണകക്ഷിയുടെ ഭാഗമായി തന്നെയാണ് അദ്ദേഹത്തിന്റെ MLA ടേം പൂർത്തിയാക്കിയത്. അവിടെ എവിടെയായിരുന്നു ധാർമ്മികത? അല്ല, ഞാനൊരു കാര്യം നിഷ, ഇതിനെ തെറ്റിദ്ധരിപ്പിച്ച് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കരുത്. ഞാൻ അകത്തിരുന്നതുമായി, അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തെ മറ്റു വിഷയങ്ങളുമായി കൂട്ടിച്ചേർത്ത് ലഘൂകരിക്കാൻ പറ്റുന്ന ഒന്നാണോ? അതാണ് എന്റെ ചോദ്യം. പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു, രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രം മണ്ഡലത്തിൽ ഇറക്കില്ല എന്ന് പറയുമ്പോൾ ആ ധാർമ്മികത എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ചോദിച്ചത്. ഇവൻ ശരിയല്ല, അവനല്ല ശരിയല്ലാത്തത്. രണ്ടിനെയും ഒരേ ചെരിയിൽ കുട്ടിവെച്ച് കൊണ്ടുപോകാൻ പറ്റില്ല.
സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങളിലേക്കോ സ്ത്രീവിരുദ്ധ നിലപാടുകളെയോ ഒരിക്കലും അംഗീകരിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല എന്റെ പ്രസ്ഥാനം. ആ നിലയിൽ ശക്തമായി സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരായി നിലപാട് സ്വീകരിച്ച് പോവുക തന്നെ ചെയ്യും, ഒരു സംശയം വേണ്ട. പക്ഷേ നിങ്ങൾ ഇവിടെ പൊതുസാമാന്യവൽക്കരിക്കുക. നീ കിടന്നങ്ങനെ ഉരുളൊന്നും വേണ്ട. CPM-മായി ബന്ധപ്പെട്ട് നമുക്കകത്തുണ്ടായ വിഷയങ്ങളെ വളരെ ഗൗരവത്തിൽ തന്നെ എടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ എത്ര പേരുകളിൽ പാർട്ടി ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ശക്തമായ നടപടിയാണ്. നിങ്ങൾ ഇവിടെ പറഞ്ഞ ചില പേരുകളിൽ തന്നെ ഏത് നിലയിലേക്കാണ് പാർട്ടി കൈകാര്യം ചെയ്തത്? ഇവിടെയാണ് മനോരമയ്ക്ക് താല്പര്യമുണ്ട് എന്നെ കൊണ്ട് എല്ലാ പേരുകളും എടുത്ത് ചരിത്രം അത് നമുക്ക് മറ്റൊരു ഡിബേറ്റിൽ വളരെ കൃത്യമായി പറഞ്ഞു പോകാൻ പറ്റുന്ന സമ്മതിക്കില്ല എന്ന പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ശേഷവും CPM നിലപാടെടുത്തിരുന്നോ? M. മുകേഷിനെതിരെ ആരോപണം വന്ന ശേഷം, പരാതി വന്നതിന് ശേഷം, അന്വേഷണം തുടങ്ങിയതിനു ശേഷം അദ്ദേഹത്തെ മണ്ഡലത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന നിലപാടെടുത്തിരുന്നോ? AK ശശീന്ദ്രന്റെ ഞാൻ പറയണ്ടല്ലോ എങ്ങനെയാണ് കാര്യങ്ങൾ വെളിയിൽ വന്നത് എന്നുള്ളത്. ആ ശബ്ദം കേട്ടതിന് ശേഷവും അദ്ദേഹത്തെ മണ്ഡലത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന നിലപാട് CPM എടുത്തിരുന്നോ? ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ഞാനൊരു ചോദ്യം ചോദിക്കുന്നത്, ഞാൻ ഈ ചർച്ചയിൽ ആരെയും ഞാൻ മണ്ഡലത്തിൽ കാലുകുത്താറോ ഞാൻ എവിടെയും കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്താ സംശയം? ഡിവൈഎഫ്ഐയുടെ ശക്തമായ പ്രതിഷേധം ഉണ്ടാവും. SFIയുടെയും DYFIയുടെയും ശക്തമായ പ്രതിഷേധം ഉണ്ടാവും, ഒരു സംശയവും വേണ്ട. ഞങ്ങൾ വെട്ടുന്ന തുണ്ട രണ്ട് പാർട്ടീസാ. അതെ, ഞങ്ങൾ ഇറച്ചി വെട്ടുകാരാ. ശുദ്ധ തോന്നിവാസമായ സമീപനാണ്. നിഷ ഡൈവേർട്ട് ചെയ്തിട്ട് ആരെങ്കിലും എവിടെയെങ്കിലും കാലുകുത്താൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? മര്യാദയില്ലാതെ സംസാരിക്കുകയോ ചെയ്യുന്ന ഇവിടെ വന്ന് കാലുകുത്താൻ പറ്റില്ല. ഞങ്ങൾ ഞാൻ ഒറ്റ കാര്യമാണ് നിഷയോട് ചോദിക്കുന്നത്. രാഹുലിന് നിയമസഭയിൽ കാലുകുത്താൻ പറ്റില്ല എന്ന് ഞങ്ങൾ പറഞ്ഞോ? എവിടെ ആര് കാലുകുത്തണം ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇതൊരു നടക്ക് പോണ മാതിരില്ല. ഇങ്ങനെ കുറ്റാരോപിതനായ ഒരു ശബ്ദരേഖ കേരളം കേട്ട് അമ്പരന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിലൊരു ജനപ്രതിനിധി കടന്നു വരുമ്പോ സ്വാഭാവികമായിട്ട് പ്രതിഷേധം ഉണ്ടാവും, സ്വാഭാവികമായിട്ട് ബഹിഷ്കരണം ഉണ്ടാവും. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. ആ മന്ത്രി മണ്ഡലത്തിലെത്തിയപ്പോൾ ഇതേ പ്രതിഷേധം CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇപ്പോഴും നിയമസഭയിൽ നിങ്ങളുടെ ഭാഗമായിരിക്കുന്ന ഒരു MLA-ക്കെതിരെ കുറ്റപത്രം പോലെ സമർപ്പിക്കപ്പെട്ടു. അദ്ദേഹത്തിനെതിരെ ആ മണ്ഡലത്തിൽ എന്തെങ്കിലും പ്രതിഷേധം നടന്നിരുന്നോ? മുമ്പ് ഞാൻ പറഞ്ഞു, മുമ്പ് MLA ആയിരുന്ന PK ശശി അദ്ദേഹത്തിന് ഇപ്പോൾ രാഹുലിനെതിരെ നടപടിയെടുത്ത പോലെ തന്നെ പാർട്ടി നടപടിയെടുത്തു. അദ്ദേഹത്തിനെതിരെ മണ്ഡലത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. അപ്പോൾ സ്ത്രീകളുടെ വിഷയത്തിൽ പാർട്ടി നോക്കിയാണോ നിങ്ങളുടെ പ്രതിഷേധം എന്നുള്ളത് എന്റെ സംശയമുള്ളൂ. എണീറ്റ് വരണ്ടേയിരുന്നു. ഒറ്റ ഭാഗം ശ്രീമതി നിഷ, അങ്ങൊരു മാധ്യമപ്രവർത്തകയാണ്. ഒരു മന്ത്രിയുടെ ശബ്ദ സന്ദേശത്തെ കുറിച്ച് അങ്ങ് പറഞ്ഞു. ഈ കേരളത്തിൽ ഒരു മാധ്യമ സ്ഥാപനം ലോഞ്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഹണി ട്രാപ്പ്, ആ മാധ്യമ പ്രവർത്തനത്തെ അങ്ങ് അംഗീകരിക്കുന്നുണ്ടോ? മലയാള മനോരമ അംഗീകരിക്കുന്നുണ്ടോ? എന്നിട്ടും അന്ന് അദ്ദേഹം രാജിവെച്ചതിന് ശേഷം പിന്നീട് തിരിച്ചു വരികയാണ് ചെയ്തത്. അത് കേരള രാഷ്ട്രീയത്തിൽ എല്ലാവർക്കും അറിയാം. കേരളം ചർച്ച ചെയ്തതല്ലേ? ആ മാധ്യമപ്രവർത്തന രീതിയെ കുറിച്ച് കേരളം ചർച്ച ചെയ്തതല്ലേ? ഇതൊക്കെയാണ് കേരളത്തിൽ നടന്നിട്ടുള്ള മുൻ അനുഭവങ്ങൾ. അതിനെല്ലാം ഒരേ തട്ടിൽ ചർച്ച ചെയ്ത് പോകരുത്. നിഷേധിച്ചിട്ടില്ല എന്ന് താങ്കൾ പറയുന്ന ശബ്ദ സന്ദേശം, ആ ശബ്ദ സന്ദേശത്തിന്റെ ആധികാരികതയെ കുറിച്ച് ശ്രീ M. വിജയൻ അറിയാവുന്ന കാര്യങ്ങൾ പറയും. മലയാള മനോരമ ഉൾപ്പെടെയുള്ള ശബ്ദ സന്ദേശ മാധ്യമങ്ങളിലൂടെ വന്ന ശബ്ദ സന്ദേശം രാഹുൽ നിഷേധിക്കട്ടെ. എനിക്ക് അതിന്റെ മറ്റാധികാരികത ഇപ്പൊ പോയി പരിശോധിക്കേണ്ട കാര്യമുണ്ട്. അത് എന്റേതല്ല എന്ന് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ നമുക്ക് വ്യക്തതയില്ലാത്ത കാര്യങ്ങളെ ചൊല്ലി ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളുടെ കാര്യത്തിൽ അത്തരം നിലപാടെടുക്കാൻ കഴിയുമോ എന്നുള്ളത് എനിക്ക് സംശയമുള്ളൂ. ശ്രീ വിജിൻ, പൊന്നു വായി എന്നെ കുഴപ്പിക്കരുത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ട് നിഷേധിക്കുന്നില്ല എന്നുള്ളത് അദ്ദേഹം തന്നെയാണ് മറുപടി പറയേണ്ടത്. എങ്ങനെയാണ്, എന്താണ് ആ ശബ്ദത്തിന്റെ ബാക്കി ഭാഗങ്ങൾ? ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷണ സംഘത്തിന് വ്യക്തത വന്നിട്ടുണ്ടോ? ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം. അല്ല, ഒരു കാര്യം മനോരമയിൽ നിഷ എഴുതിച്ച് പറഞ്ഞാൽ മതി. രാഹുലിനെ വെള്ളപൂശ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. ആ ശബ്ദരേഖ വ്യാജമാണ് എന്ന് മനോരമ പറയുന്നു, ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. നിങ്ങൾ പറയും.
മന്ത്രി ശശീന്ദ്രനായി പുറത്തു വന്ന ശബ്ദ സന്ദേശത്തിന്റെ പുറത്ത് അദ്ദേഹത്തെ തടയുകയോ അദ്ദേഹത്തിന്റെ MLA സ്ഥാനം രാജിവെപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ആ ശബ്ദരേഖ തീവ്രത കുറഞ്ഞതും ഈ ശബ്ദരേഖ തീവ്രത കൂടിയതുമാണ് എന്ന് അങ്ങ് പറയുമ്പോൾ അതിന്റെ ആധികാരികതയെ കുറിച്ച് അങ്ങേക്ക് കൂടുതൽ വിവരങ്ങൾ ഉണ്ടായിരിക്കണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കി ഗർഭചിത്രം നടക്കാൻ നിർബന്ധിച്ച് അതിന് തയ്യാറല്ലെങ്കിൽ കൊന്നുകളയുമെന്ന് പറയുന്നത് ഗൗരവമായ ഭാഗമാണെന്നേ. ഞാനിത് ഈ ചർച്ചയിൽ പറയരുത് എന്ന് ആഗ്രഹിച്ച് മലയാള മനോരമ സ്റ്റുഡിയോയിൽ വന്ന ഒരാളാണ്. ഇത് പറയാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അങ്ങ് നിർബന്ധിച്ചെന്നെ കൊണ്ട് ഉറക്കം വരുന്നു. അല്ല, എന്നെക്കാൾ ഈ മാധ്യമപ്രവർത്തനം നടക്കുന്ന നിഷക്കല്ലേ അതറിയാ പരാതി നൽകിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്? എന്നെക്കാൾ നിങ്ങളല്ലേ മാധ്യമപ്രവർത്തനം അന്വേഷണം നടത്തുന്നത്? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് നന്നായി വെളുപ്പിക്കാൻ നിങ്ങളൊന്ന് പറയൂ ഈ ശബ്ദരേഖ വ്യാജമാണ്, ആ ശബ്ദരേഖ വ്യാജാണെന്നും മലയാള മനോരമ പറഞ്ഞാൽ ഈ നിമിഷം ഈ പൊതുസമൂഹത്തോടും മലയാള മനോരമയുടെ മാപ്പ് പറഞ്ഞാൽ ചർച്ച അവസാനിപ്പിക്കാം. ഇത് സാങ്കല്പികമായ ചോദ്യം എന്നോട് ചോദിച്ചാൽ എന്ത് മറുപടിയാണ് ഞാൻ പറയുക? പിന്നെ താൻ എന്തിനാണ് ഇത്ര വലിയ വർത്തമാനം പറഞ്ഞത്? എന്തുകൊണ്ടായിരിക്കും അവർ പരാതിപ്പെടാൻ തയ്യാറാകാത്തെന്ന് ചോദിച്ചാൽ അവർ തീരുമാനിച്ചെടുക്കേണ്ടതല്ലേ? ശ്രീ ജിൻഡോ ജോൺ, CPM പ്രതിനിധി പറഞ്ഞ എന്താ, ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി നിൽക്കണം. ഇവിടെ ഞാൻ ഒന്ന് രണ്ട് കാര്യം പറയാനുണ്ട് നിഷ. ധാർമ്മികത ഉയർത്തിപ്പിടിച്ചത് ഒന്ന് ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന കുന്തവും കുടച്ചക്രമാണെന്ന് പറഞ്ഞ ആ സതി ചെറിയാൻ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് ആദ്യം രാജിവെച്ചു. അതേ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതേ ഭരണഘടനയെ തൊട്ട് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. ഏതാണ് ഇവരുടെ യഥാർത്ഥ ധാർമ്മികത? ഇനി രണ്ടാമത്തത്, ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് പോരാടിയ മറ്റൊരാളുണ്ട്, വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി. അദ്ദേഹത്തിന്റെ പോരാട്ടത്തിന്റെ ചിത്രം ഇന്ന് കേരളം മുഴുവൻ വൈറലായിക്കൊണ്ടിരിക്കുക. അന്ന് അദ്ദേഹം മുണ്ട് മടക്കി കുത്തി ധാർമ്മികത ഉയർത്തിപ്പിടിച്ചു. ഇന്ന് അദ്ദേഹം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കാനുള്ള ഉപദേശം കൊടുക്കുന്നത്. നിനക്ക് നാണോ? ഇനി മുകേഷും ശശീന്ദ്രനും ഒക്കെ ഉയർത്തിപ്പിടിച്ച ധാർമ്മികതയാണോ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്ന് പറയുന്നത്? അല്ലെങ്കിൽ ജോസ് തെറ്റയിൽ കേസിൽപ്പെട്ടപ്പോൾ നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു? നീല ലോഹിതദാസൻ നാടാറിന്റെ കാലത്ത് IAS ഉദ്യോഗസ്ഥർക്ക് പോലും ആക്ഷേപം ഉണ്ടായിരുന്നപ്പോൾ നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു? ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. PK ശശിയും ഉയർത്തിപ്പിടിച്ചതുപോലെയുള്ള ധാർമ്മികതയാണോ ഉയർത്തിപ്പിടിക്കേണ്ടത് എന്നാണ് നിങ്ങളുടെ വാദം? അപ്പൊ ഞങ്ങളുടെ വാദം അങ്ങനെയല്ല ഞങ്ങൾ ഇതിനെ ഇക്വേറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഫേസിനെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ ആരോപണത്തിന്റെ ഗൗരവം മുന്നിൽ കണ്ടുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ നടപടിയെടുത്തു. അതിനപ്പുറത്ത് നിങ്ങൾക്ക് അയാളെ ക്രൂശിക്കാൻ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കണം. പരാതിക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ വിശ്വസിച്ചുകൊണ്ട് അവരെന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല? വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ, ചൂടെടുക്കുന്നുണ്ടോ? ധാർമ്മികത ഉയർത്തിപ്പിടിച്ച മറ്റു പോരാട്ടമുണ്ട്. ISRO ചാരക്കേസിന്റെ സമയത്ത് നമ്പി നാരായണനെതിരെ നിങ്ങൾ ഒരുപാട് ആക്ഷേപം ഉന്നയിച്ചില്ലേ? നമ്പി നാരായണന്റെ ചാരക്കേസുമായി ബന്ധപ്പെട്ട് K. കരുണാകരൻ മുഖ്യമന്ത്രി പദം രാജിവെച്ചില്ലേ? എന്നിട്ട് ധാർമ്മികതയുടെ പേരിൽ നിങ്ങൾ തിരിച്ചു കൊടുത്തോ? അന്ന് ആക്ഷേപം ഉന്നയിച്ച ഒരാളെങ്കിലും K. കരുണാകരനോട് മാപ്പ് പറഞ്ഞോ? സരിത S. നായരെ ഗണേഷ് കുമാറിനെ ഉപയോഗിച്ചുകൊണ്ട് കത്തിന്റെ നീളം കൂട്ടിക്കൊണ്ട് ഉമ്മൻചാണ്ടിയെ പ്രതിയാക്കിയില്ലേ? പോയി ചത്തുടടാ. രാഹുൽ മാങ്കൂട്ടത്തിൽ ശിക്ഷിക്കണേ, അതല്ലേ ചെയ്യേണ്ടത്? അതിന് പകരം പരാതിയുണ്ട്, അവിടെ കേട്ടു ഇവിടെ കേട്ടു എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് അങ്ങനെ ഒരു നടപടി സ്വീകരിക്കാൻ പറ്റണ്ടേ? ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.